എല്ലാവർക്കും നമസ്കാരം. ഓം ശ്രീ സായിറാം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം ബന്ധം എങ്ങനെ നമ്മെ ബാധിക്കുന്നു എന്നുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അറിവില്ലായ്മ അഥവാ അജ്ഞാനം മൂലമാണ് ശരീരത്തെ ഞാൻ എന്ന് നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതുപോലെ എന്ന് വെച്ചു കഴിഞ്ഞാൽ കയറിൽ പാമ്പിനെ കണ്ട പോലെ. കയറാണ് എന്ന ശരിയായ ജ്ഞാനം ഇല്ലാത്തതിനാലാണല്ലോ പാമ്പ് എന്ന് വിചാരിച്ച് ഭയപ്പെടുന്നത്. അതുപോലെ ആത്മാവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് അനാത്മാവിനെ ആത്മാ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് എങ്ങനെ സങ്കടങ്ങൾ വരുന്നു എന്നാൽ, ശരീരത്തെയും മനസ്സിനെയും ഞാൻ എന്ന് വിചാരിക്കുമ്പോൾ അവയുടെ സ്വരൂപം, അവയുടെ ധർമ്മങ്ങളെല്ലാം എൻ്റെ സ്വരൂപമായി ധരിക്കുന്നു. മനസ്സിന്റെ ശരീരത്തിന്റെ തന്മ ശരിക്കും അപൂർണത്വമാണ്. അത് പൂർണ്ണമല്ല. മനസ്സും ശരീരവും ഒന്നും പൂർണ്ണമല്ല, അപൂർണത്വമാണ് അവിടെയെല്ലാം ഉള്ളത്. ആ അപൂർണത്വം, കാമം, ക്രോധം, മറ്റു വികാരങ്ങൾ, അങ്ങനെ അടങ്ങാത്ത ഈ വികാരങ്ങളെല്ലാം അതിനകത്തുണ്ട്. അപ്പോ പൂർണ്ണത്വം കിട്ടുവാൻ വേണ്ടി പ്രവൃത്തിയിൽ നമ്മൾ ഏർപ്പെടും. ഈ വക വിചാരങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ഇതെല്ലാം നമ്മൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവൃത്തിയിൽ ഏർപ്പെടും. അപ്പൊ ഓരോ പ്രവൃത്തിയും പാപം അഥവാ അല്ലെങ്കിൽ പുണ്യം നമുക്ക് നൽകും. ഈ പാപപുണ്യ ഫലം അനുഭവിക്കാൻ വേണ്ടി നാം വീണ്ടും ശരീരം എടുക്കേണ്ടി വരും. അതിനാൽ ശരീരത്തിൽ അഭിമാനം വച്ചാൽ ശരീരത്തിന്റെ കുറവുകൾ നമ്മുടേതായി മാറി അതിനായി പ്രവർത്തിച്ച് പുണ്യപാപങ്ങൾ സമ്പാദിച്ച് വീണ്ടും ശരീരം എടുക്കേണ്ടി വരുന്നു. ഈ ചക്രം, ജനന മരണ ചക്രം, ഇത് തുടർന്നുകൊണ്ടിരിക്കും. ഇതിന്റെ മൂലകാരണം എന്താണ്? അപ്പോൾ ശരിക്കും ഇപ്പൊ ചിന്തിച്ചാൽ എന്താണ് ഇതിന്റെ മൂലകാരണം? അജ്ഞാനമാണ്. ആ അജ്ഞാനത്തിൽ നിന്ന് എന്താ ഉണ്ടാകുന്നേ? അധ്യാസം. കയറിൽ പാമ്പിനെ കാണുന്ന പോലെയുള്ള അധ്യാസം ഉണ്ടാകുന്നു. അധ്യാസം വഴി എന്താ ഉണ്ടാകുന്നേ? അനർത്ഥങ്ങൾ സംഭവിക്കുന്നു. അതായത് പാപം വീണ്ടും കയറ്റി വെക്കാനായിട്ട് നമ്മൾ തുടങ്ങുന്നു. അപ്പോ ഇതാണ് ജീവന്റെ സംസാര സ്വരൂപം. എങ്ങനെയാണ് സംസാരം ഉണ്ടാകുന്നതെന്ന് വ്യക്തമായിട്ട് ഇപ്പൊ പറഞ്ഞു തന്നു. ശരീരത്തെയും മനസ്സിനെയും ഞാൻ എന്ന് വിചാരിച്ച് അതിൻ്റെ ധർമ്മങ്ങളെ സ്വന്തം ധർമ്മമായി വിചാരിച്ച് എല്ലാ പ്രവൃത്തികളും ചെയ്യുമ്പോൾ ആണ് സംസാരചക്രത്തിൽ നമ്മൾ പെടുന്നത്. അപ്പോ ഇങ്ങനെയാണ് ആ ബന്ധം അഥവാ ബന്ധനത്തെ ആചാര്യസ്വാമി പറഞ്ഞു തന്നത് നമുക്ക്. ഈ സംസാരചക്രത്തിൽ നിന്ന് നമുക്ക് മോചനം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരിട്ട് ജനന മരണത്തെയോ കർമ്മത്തെയോ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമോ? നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കർമ്മം നമുക്ക് തലയ്ക്ക് മീതെ ആയി കഴിഞ്ഞു. കർമ്മം തലയ്ക്ക് മീതെ ആയതുകൊണ്ടാണല്ലോ ഇവിടെ ജന്മം എടുക്കേണ്ടി വന്നത്, പ്രാരബ്ധം വന്നത്. പ്രാരബ്ധം വഴി വന്നു. അത് പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു, എത്രയോ സഞ്ചിത കർമ്മങ്ങൾ ഇങ്ങനെ കൂടിയിരിക്കുവാണ്. അതിൽ നിന്ന് ചെറിയൊരു അംശം എടുത്തിട്ടാണ് ഈ പ്രാരബ്ധമാക്കി വിട്ടിരിക്കുന്നത്. അത് ഒരു 10, 80, 90 കൊല്ലത്തേക്ക് അനുഭവിക്കാൻ വേണ്ടി വിടും. ബാക്കി കോടാനോടി വർഷങ്ങളിലേക്കുള്ളത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അപ്പൊ അത്ര എളുപ്പമല്ല അതിൽ നിന്ന് അങ്ങ് രക്ഷപ്പെട്ടു വരിക എന്നുള്ളത്. കർമ്മം നമുക്ക് തലയ്ക്ക് മീതെ ആയി കഴിഞ്ഞു. പാപം പുണ്യം തീർത്താൽ എന്നാ ശരി, പാപം പുണ്യം തീർത്താൽ ബന്ധം മാറും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ ഈ പാപം പുണ്യവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ അത് അങ്ങനെ നമുക്ക് അത് നടന്നുകൊണ്ടിരിക്കും. കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. കർമ്മം ചെയ്യുമ്പോൾ ഈ സംഗതികളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ പിന്നെ എന്താണ് മാർഗം? വീണ്ടും വീണ്ടും പാപപുണ്യങ്ങളുടെ ചേർക്കൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതെങ്ങനെ പറ്റും? അപ്പൊ മൂലകാരണമായ അറിവില്ലായ്മയെ, അജ്ഞാനത്തെ മാറ്റണം. അതുമാത്രമാണ് സംസാരചക്രത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി. സംസാരചക്രത്തിൽ നിന്നും രക്ഷപ്പെട്ടാൽ അതിന്റെ പേരാണ് മോക്ഷം. പാപപുണ്യങ്ങള് വരുത്തി വെക്കാതെയുള്ള ഒരു ജീവിതം, എല്ലാത്തിനെയും ഒന്നായി കണ്ടുള്ള ജീവിതം,
അപൂർണതയാണ് പാപപുണ്യങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പൊ പൂർണത്വം ഉള്ളിലുണ്ടാകണം. കർമ്മം ചെയ്യുന്നത് നിഷ്കാമമായിരിക്കണം, ഈശ്വരാർപ്പണമായിരിക്കണം. അപ്പൊ പുതിയ പാപപുണ്യങ്ങൾ അതിനകത്ത് ചേർക്കപ്പെടില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലേ പാപവും പുണ്യവുമായിട്ട് ഇത് വരും. ഭഗവാന്റെ സമർപ്പിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തെ പിന്നീട് ഇത് ബാധിക്കില്ല. പാപവും പുണ്യമായിട്ട് വരില്ല. അനുഗ്രഹം വേറെ, പാപപുണ്യങ്ങൾ വേറെ. അപ്പോ അതിനൊക്കെ വേണ്ടത് എന്താണ്? ജ്ഞാനം. അജ്ഞാനത്തെ മാറ്റാൻ എങ്ങനെയാ പറ്റുക? ജ്ഞാനം വന്നാൽ അജ്ഞാനം മാറി, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അജ്ഞാനം മാറിയാൽ അത് ജ്ഞാനമാണ്, ജ്ഞാനം വന്നാൽ അജ്ഞാനം പോകും. രണ്ടും പരസ്പരം ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അഖണ്ഡ നിത്യാദ്വയ ബോധശക്ത്യാ പുരന്തമാത്മാനമനന്ത വൈഭവം സമാവൃണോത്യാവൃതിശക്തിരേഷ തമോമയീ രാഹുരിവാർക്കബിംബം. അഖണ്ഡ നിത്യാദ്വയ ബോധശക്ത്യാ സ്ഫുരന്തമാത്മാനമനന്ത വൈഭവം സമാവൃണോത്യാവൃതിശക്തിരേഷ തമോമയീ രാഹുരിവാർക്കബിംബം. ഇതുവരെ നമ്മള് 3 ചോദ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇനി 4ാമത്തെ ചോദ്യത്തിന്റെ മറുപടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 7 ചോദ്യമാണ് ചോദിച്ചിരുന്നത്. അപ്പോ ശിഷ്യന്റെ 2ാമത്തെ ചോദ്യമാണ് ഇവിടെ 4ാമത്തേതായിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം നമ്മൾ ആ ഓർഡറിലല്ല നോക്കി, അല്ലാത്ത രീതിയിലാണ് നോക്കി. ഈ ബന്ധം എങ്ങനെ വന്നു എന്നാണ് ചോദിച്ചത്, അല്ലെ? ബന്ധം എങ്ങനെ വന്നു എന്ന് ചോദിച്ചു. അതിന് 3 ശ്ലോകത്തിലൂടെ മറുപടി പറയുന്നു ആചാര്യർ. ബന്ധത്തിന്റെ ശരിയായ വിശദീകരണമാണ് ഇവിടെ വരാൻ പോകുന്നത്. ബന്ധത്തിന്റെ ശരിയായ വിശദീകരണമാണ് ഇവിടെ വരാൻ പോകുന്നത്. 3 ശ്ലോകത്തിലൂടെയാണ് മറുപടി പറയണേന്നാണ് ഇവിടെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ബന്ധം അഥവാ ബന്ധനം എങ്ങനെ വന്നു? അജ്ഞാനം മൂലം എന്ന് മറുപടി പറഞ്ഞു. അജ്ഞാനം എപ്പോൾ വന്നു? അതിനുള്ള മറുപടി നമ്മൾ നേരത്തെ നോക്കി. എപ്പോഴാണ് അജ്ഞാനം വന്നേ? ആർക്കും പറയാൻ പറ്റില്ല. അനാദിയാണ്, അനാദിയാണ്. ഈ അജ്ഞാനം എങ്ങനെ ഒരുവനെ ബന്ധത്തിൽ പെടുത്തുന്നു അതാണ് പറയുന്നത്. അജ്ഞാനം അധ്യാസത്തെ ഉണ്ടാക്കുന്നു. അധ്യാസം എന്ന് പറഞ്ഞാൽ അറിയല്ലോ, കയറില് പാമ്പിനെ കാണുന്നതിന് അധ്യാസം എന്ന് പറയും. അജ്ഞാനം അധ്യാസത്തെ ഉണ്ടാക്കുന്നു. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. കയറിൽ പാമ്പിനെ കയറ്റി വയ്ക്കുന്നു. ആരാണ്? നമ്മൾ തന്നെയാണ്. വേറെ ആരും ഇല്ലല്ലോ കയറ് പാമ്പിനെ കയറ്റി വെച്ചത്. നമ്മൾ തന്നെ കയറിരിക്കുന്ന സ്ഥലത്ത് അരണ്ട വെളിച്ചത്തിൽ കയറിനെ കണ്ടപ്പോ പാമ്പ് എന്ന് വിചാരിച്ചു. അപ്പൊ ആരാണ് അവിടെ കയറ്റി വെച്ചേ? നമ്മളാണ് കയറ്റി വെച്ചു. അപ്പോ അങ്ങനെ കയറിൽ പാമ്പിനെ കണ്ടു നമ്മൾ സ്വയം. എന്നിട്ടോ പാമ്പെന്ന വിചാരത്തില് ഭയവും ഉണ്ടായി. പിന്നെ പാമ്പിനെ എന്ത് സൈസ് പാമ്പാണ്, ഏതാണ്, അങ്ങനെ പിന്നെ അങ്ങ് മനസ്സിൽ എന്തെല്ലാം വിചാരങ്ങളും വരുന്ന ഒരു കണക്കൊന്നുമില്ല. പാമ്പെന്ന വിചാരത്തില് ഭയവും എല്ലാം ഉണ്ടാവും. ഈ അജ്ഞാനം എങ്ങനെ അധ്യാസത്തെ നൽകുന്നു എന്ന് നോക്കണം. എങ്ങനെയാണ് അധ്യാസത്തിൽ സംഗതി വരുന്നതെന്ന് നോക്കുമ്പോൾ അജ്ഞാനത്തിന്റെ തന്മയെ, അതായത് അജ്ഞാനത്തിന്റെ സ്വരൂപം അതെന്താണെന്നറിയാം. ഇത് വളരെ ഗഹനമാണ്, വളരെ കട്ടിയായിട്ടുള്ള ചില ഭാഗങ്ങളിലേക്കാണ് നമ്മൾ ക്ലാസ് പോകുന്നത്. അജ്ഞാനത്തിന്റെ തന്മയെ, സ്വരൂപത്തെ വിശദീകരിച്ച് ഈ തന്മ, അതിന്റെ തനിസ്വരൂപം, ആ അജ്ഞാനത്തിനുള്ള കാരണം, അപ്പോൾ ആ അജ്ഞാനം ബന്ധനമുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ മാത്രമേ അജ്ഞാനം എങ്ങനെ ബന്ധനമാക്കുന്നു എന്നറിയണമെങ്കിൽ അജ്ഞാനത്തിന്റെ സ്വരൂപം അറിയണം. അപ്പൊ അജ്ഞാനത്തിന്റെ തന്മയെ പറയാണ്. എന്താണ് ഈ അജ്ഞാനം, അതിന്റെ തന്മ എന്താണ് എന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ ഇവിടെ പറഞ്ഞു തരുന്നത്. വളരെ
ഗഹനമായ ഒരു കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ പിടിയിൽ നിന്നൊക്കെ പതുക്കെ പതുക്കെയെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റി കൊണ്ടുവരാൻ പറ്റുള്ളൂ. മെല്ലെ മെല്ലെ പറ്റുള്ളൂ. പക്ഷേ ശങ്കരാചാര്യസ്വാമി വിവേക ചൂടാമണി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ അതിന് സഹായകമായിട്ടുള്ളതാണ്. നമ്മുടെ ഒരു ഭാഗ്യമാണ് നമുക്ക് ഈ ഒരു ഗ്രന്ഥം നോക്കാൻ തോന്നിയത് തന്നെ. അപ്പോ അജ്ഞാനത്തിന്റെ തന്മ എന്ത്? അജ്ഞാനം നമ്മൾ പറയുന്നു, അതിന്റെ തന്മ അറിയണ്ടേ? അജ്ഞാനത്തിന് രണ്ട് ശക്തികളുണ്ട് എന്നിവിടെ പറയും. അജ്ഞാനം എന്നുള്ള അതിന് രണ്ട് ശക്തികളുണ്ട് എന്നാണ് പറയുന്നത്. രണ്ട് തന്മകളുണ്ട്, രണ്ട് സ്വരൂപമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്താണത്? ഒന്ന് മറയ്ക്കുന്ന തന്മ, ഒന്ന് മറയ്ക്കുന്ന തന്മ, മറയ്ക്കുക. പിന്നെയോ ഒന്നിനെ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ മുകളിൽ വെക്കുക, ഏറ്റി വെക്കുക, ഉണ്ടാക്കി വെക്കുക എന്ന് പറയും. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഒന്നിനെ മറയ്ക്കുക, പിന്നൊന്ന് ആ മറച്ച സ്ഥലത്ത് വേറൊന്നിനെ പ്രതിഷ്ഠിക്കുക, വേറൊന്നിനെ കയറ്റിവെക്കുക. മറയ്ക്കുന്ന തന്മയ്ക്ക് ഒരു പേരുണ്ട് ശാസ്ത്രത്തില്, ആവരണ ശക്തി. മറയ്ക്കുന്ന തന്മയ്ക്ക് ശാസ്ത്രത്തിലുള്ള പേരാണ് ആവരണ ശക്തി. ഇനി നമുക്ക് പലപ്പോഴും ഇത് വരുവേ, ആവരണ ശക്തി, ആവൃത്തി എന്നൊക്കെ പറയും. മറയ്ക്കൽ, ഒരു കാര്യത്തെ മറയ്ക്കൽ, അതാണ് ആവരണം, ആവരണ ശക്തി. പിന്നൊന്ന് ആ സ്ഥലത്ത്, ആ മറയ്ക്കപ്പെട്ട സ്ഥലത്ത് വേറൊന്നിനെ പ്രതിഷ്ഠിക്കുന്നു, വേറൊന്നിനെ കയറ്റിവെക്കുന്നു, വേറൊന്നിനെ അവിടെ ഉണ്ടാക്കി വെക്കുന്നു. അതിന്റെ പേരാണ് വിക്ഷേപശക്തി. അതിന്റെ പേരാണ് വിക്ഷേപശക്തി. ഒന്നിൽ മറ്റൊന്നിനെ പ്രൊജക്ട് ചെയ്ത് വെക്കുക, അതാണ് വിക്ഷേപശക്തി. അപ്പോ ഉദാഹരണങ്ങൾ തന്നെ നോക്കണം. നമ്മുടെ കയറുപാമ്പ് ഉദാഹരണത്തിൽ തന്നെ അത് മനസ്സിലാവും. ഏറ്റവും എപ്പോഴും ഉപയോഗിക്കുന്ന ഉദാഹരണമാണല്ലോ. ഇപ്പോ ഇത്രയും കാലം കൊണ്ട് അത് മനസ്സിലായി കാണുമല്ലോ നന്നായിട്ട്. കയറുണ്ട്, പക്ഷെ കയറാണെന്ന് അറിയുന്നില്ല. അതല്ലേ സംഭവിക്കുന്ന? ആദ്യം കയർ അവിടെ കിടപ്പുണ്ട്, കയറാണെന്ന് അറിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. കയറാണെന്ന് അറിയുന്നില്ല. ആ അറിവില്ലായ്മ എന്ത് ചെയ്യുന്നു? കയറാണെന്നുള്ള അറിവില്ലായ്മ അവിടെ എന്ത് ചെയ്യുന്നു? കയറിനെ മറയ്ക്കുന്നു. കയറിനെ മറയ്ക്കുന്നു. അവിടെ ആ അറിവില്ലായ്മയാണ് അവിടെ കയറിനെ മറയ്ക്കുന്നത്. കയറാണെന്നുള്ള അറിവില്ലായ്മ കയറിനെ മറയ്ക്കുന്നു. ഇത് കയറ് എന്ന ആ വിശേഷ അറിവ്, ആ അറിവിനെയാണ് മറയ്ക്കുന്നത്. ആ അറിവുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ആ അറിവിനെ മറയ്ക്കുന്നു. ആവൃത്തി, ഇതിന്റെ പേരാണ് ആവരണം. ഇരുട്ടത്ത് ഒരു കയർ കിടപ്പുണ്ട്, പക്ഷെ നമുക്ക് അത് കയറാണെന്ന് മനസ്സിലാകുന്നില്ല. ഒരു മറയ്ക്കൽ അവിടെ സംഭവിക്കുന്നു. ആ മറയ്ക്കലിന്റെ പേരാണ് ആവരണം. ആ ആവരണ ശക്തി കൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അതിന് ശാസ്ത്രം ഇരുൾ എന്നും പറയും. ആവരണം അഥവാ ഇരുൾ, ഇരുട്ടിനെ അതിനോട് ഉപമിക്കും. ഇരുട്ട് ഉള്ള വസ്തുവിനെ മറയ്ക്കും, ഇല്ലേ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നോക്കിയാൽ ഒരു മുറിക്കകത്ത്, ഇപ്പൊ നമ്മുടെ ഈ മുറിക്കകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. വെളിച്ചം പോയി ഇരുട്ടായാൽ നമുക്കൊന്നിനെയും കാണാൻ പറ്റില്ല. ഇരുട്ടത്ത് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? നേരത്തെ ഉള്ളൊരു ഓർമ്മ വെച്ച് പറയാം, അത് വേറെ കാര്യം. അതല്ല, അല്ലാതെ ഇരുട്ടില് എന്തൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ ഇരുട്ടിനോട് ശാസ്ത്രം ആവരണത്തെ പറയും, കാരണം ശരിയായിട്ടുള്ളതിനെ പറയാൻ പറ്റുന്നില്ല. ഇരുട്ട് ശൂന്യമാണോ? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനകത്ത്. ഒരു ശക്തിയുണ്ട് ഇരുട്ടിന്, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ചിന്തിക്കാത്ത ഒരുപാട് തലങ്ങളാണ് ഇതൊക്കെ. ഇരുട്ടിനൊരു ശക്തിയുണ്ട് എന്നിവിടെ പറയുന്നു. എന്താണ് ആ ശക്തി? ഉള്ള ഒരു വസ്തുവിനെ മറയ്ക്കുക. ഉള്ള ഒരു വസ്തുവിനെ മറയ്ക്കുക. അതുകൊണ്ട് ഇരുട്ട് ശൂന്യമല്ല, അതും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഇരുട്ട് ശൂന്യമല്ല, അതൊരു പ്രവൃത്തി ചെയ്യുന്നു. നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അങ്ങനെയൊന്നും.
ഇങ്ങനെ ഈ ശാസ്ത്രത്തിനകത്തേക്കൊക്കെ പോകുമ്പോഴേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ചെല്ലുള്ളൂ. വലിയ വലിയ ആചാര്യന്മാർ, ശങ്കരാചാര്യരെ പോലുള്ളവരൊക്കെ പറഞ്ഞു തരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഇരുട്ടിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടില്ല അതുവരെ. ഇരുട്ട് എന്ന് മാത്രമല്ല നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ, ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ അത് അതിൻ്റെ ഒരു ശക്തിയാണ്, ഉള്ളതിനെ മറയ്ക്കുക എന്ന ശക്തിയാണ്. ശാസ്ത്രത്തില് അതിനെ ആവരണം എന്നുകൂടെ നമുക്ക് പറയാം എന്നൊക്കെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, കൂടുതൽ ചിന്തിക്കുന്നത്. അപ്പൊ ഇരുട്ട് ശൂന്യമല്ല, അതിനൊരു ശക്തിയുണ്ട്, അതൊരു കാര്യം ചെയ്യുന്നുണ്ട്, അതുള്ളതിനെ മറയ്ക്കുന്നു. അതുപോലെ അജ്ഞാനം ഉള്ളതിനെ മറയ്ക്കുന്നു. എന്ത് നല്ല ഉദാഹരണമാണ്. കാരണം ഉള്ളതിനെയാ മറയ്ക്കുന്നത്. അവിടെ ഉണ്ട്, ഉള്ള ഒരു കാര്യത്തെയാണ് മറയ്ക്കുന്നത് അജ്ഞാനം. ഉള്ളതിനെ മറയ്ക്കുന്നു അജ്ഞാനം. ഇവിടെ അരണ്ട വെളിച്ചത്തില് ശരിയായിട്ട് ഉള്ള കയറിനെ മറയ്ക്കുന്നു, കയറാണെന്നുള്ള അറിവിനെ മറയ്ക്കുന്നു. ഇതുപോലെ തന്നെ ഇനി ഇതിനെ കണക്ട് ചെയ്ത് കൊണ്ടുവരും ആത്മാവിലേക്ക്. അപ്പോ ഇരുളും അജ്ഞാനവും ഒരുപോലെയാണ്. അതാണ് ശങ്കരാചാര്യസ്വാമിയുടെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നെ, ഇരുളും അജ്ഞാനവും ഒരുപോലെയാണ്. രണ്ടാമതായി ഒരു ശക്തി, ആവരണശക്തി മറച്ചു. ശരി, ആവരണശക്തി മറച്ചതിന് ശേഷം വേറെ ഒന്നിനെ ആ സ്ഥലത്ത് പ്രൊജക്ട് ചെയ്ത് വെക്കും, ആ സ്ഥലത്ത് കയറ്റിവെക്കും, ആ സ്ഥലത്ത് നമുക്ക് തോന്നിപ്പിക്കുന്ന അവിടെ വേറെ സംഭവം ഉണ്ട്, അവിടെ കയറ്റിവെക്കുന്നു. ആ ശക്തിയുടെ പേരാണ് വിക്ഷേപശക്തി. വിക്ഷേപശക്തി. അവിടെ എന്താണ്? കയറ് ഉണ്ട് എന്നുള്ള, കയറാണെന്നുള്ള ജ്ഞാനം ഉണ്ടായില്ല, അറിവുണ്ടായില്ല, അതിനെ മറച്ചു. അതോടുകൂടി തീർന്നോ? ഇല്ല. പിന്നെ എന്താണ് അവിടെ കയറ്റിവെച്ച്? പാമ്പ് എന്നൊരു സംഭവത്തിനെ അവിടെ കയറ്റിവെച്ചു. ആ കയറ്റിവെക്കലിലാണ് വിക്ഷേപശക്തി എന്ന് പറയുന്നത്. ആക്ച്വലി ഇല്ലല്ലോ, ഉള്ള പോലെ അവിടെ തോന്നിപ്പിക്കുന്നു, അവിടെ കയറ്റിവെച്ചു. അപ്പൊ ആദ്യത്തേത് ഇല്ല എങ്കിലേ ഇത് കയറ്റിവെക്കൽ നടക്കുള്ളൂ. അപ്പൊ ആദ്യം ആവരണശക്തി പ്രവർത്തിച്ചാൽ മാത്രമല്ലേ വിക്ഷേപശക്തി അവിടെ വരുള്ളൂ. അപ്പൊ ആവരണശക്തി ആദ്യം പ്രവർത്തിക്കുന്നു, പിന്നെ വിക്ഷേപശക്തി അവിടെ വേറൊന്നിനെ കയറ്റിവെക്കുന്നു. ആചാര്യ പറയുന്നു, അജ്ഞാനം ആത്മാവിനെ മറയ്ക്കുന്നു. അവിടെ ഉള്ളതാണല്ലോ ആത്മാ, അതിനെ മറയ്ക്കുന്നു. അതായത് ഇപ്പൊ ഈ പറഞ്ഞ കയറിനെ, കയറാണെന്നുള്ള അറിവിനെ മറയ്ക്കുന്ന പോലെ ആത്മാവിനെ മറയ്ക്കുന്നു. അപ്പോ അങ്ങനെ മറയ്ക്കൽ മാത്രമാണെങ്കിൽ നമുക്ക് ദുഃഖമൊന്നും വരില്ല. വെറുതെ മറച്ചിരിക്കുന്നുവെങ്കിൽ, ഇപ്പൊ കയറാണെന്ന് അറിഞ്ഞില്ല, ഓക്കെ, പ്രശ്നമൊന്നുമില്ല, അറിയണ്ട, കയറാണെന്ന് അറിഞ്ഞില്ല, അറിയണ്ട, ശരി, കഴിഞ്ഞു. അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നേ. കയറല്ലെന്ന് അറിയുകയും അതിന്റെ മുകളിൽ പാമ്പിനെ കാണുകയും ചെയ്യുന്നു. അപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. എന്ന് പറഞ്ഞ പോലെ ആത്മാവിനെ മറയ്ക്കുന്നു. ശരി, അവിടെ കൊണ്ട് തീരുകയാണെങ്കിൽ ഒരു ദുഃഖവും ഇല്ല. പക്ഷേ മറയ്ക്കുക മാത്രമല്ല അവിടെ ചെയ്യുന്നേ, ആത്മാവിൻ്റെതല്ലാത്ത തന്മകളെ അവിടെ കയറ്റിവെക്കുകയും കൂടി ചെയ്യുന്നു, വിക്ഷേപം ചെയ്യുന്നു. വിക്ഷേപ ശക്തി ഉപയോഗിച്ച് ആത്മാവിൻ്റെതല്ലാത്ത ചിലതിനെയൊക്കെ ആത്മാവിന്റെ അവിടെ കയറ്റിവെച്ച്, അതാണ് ആത്മാ എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്നു. നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പൊ ബന്ധം എങ്ങനെ വന്നു എന്ന ചോദ്യത്തിന് അജ്ഞാനം എന്ന് പറഞ്ഞു. അപ്പൊ അജ്ഞാനം ബന്ധനത്തെ എങ്ങനെ ഉണ്ടാക്കി എന്ന് മറുപടി പറയും. കാരണം ശിഷ്യന് അജ്ഞാനത്തിന്റെ സ്വരൂപം അറിയില്ല. അജ്ഞാനത്തിന്റെ സ്വരൂപം അറിയണ്ടേ, അല്ലെങ്കിൽ എങ്ങനെയാ അത് മനസ്സിലാവുക? അപ്പൊ ശിഷ്യന് അജ്ഞാനത്തിന്റെ സ്വരൂപം അറിയില്ല. അപ്പൊ ഈ ചോദ്യത്തിന് ഡയറക്റ്റ് ആൻസർ പറയാൻ പറ്റില്ല. ഏതിന്? ബന്ധനം എങ്ങനെ വന്നു ചേർന്നു പറഞ്ഞു, അജ്ഞാനം കൊണ്ടെന്ന്. പക്ഷെ അജ്ഞാനം എന്താന്ന് അതിന്റെ സ്വരൂപം അറിയാത്തവരോട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഡയറക്റ്റ് ആൻസർ പറ്റില്ല എന്നാണ് അവിടെ ആചാര്യസ്വാമികൾ പറയുന്നത്. ശരിക്കും ബന്ധം എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ ബന്ധം ഒന്ന് ഇല്ല, പിന്നെങ്ങനെ വന്നു എന്ന് പറയും? ശരിക്കും ബന്ധമില്ല, ശാസ്ത്രപ്രകാരം ബന്ധം എന്നൊന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? അതെങ്ങനെ വന്നു എന്ന് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? ഇല്ലാത്തത് വന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ കാരണം ബന്ധമൊന്നും ഇന്നില്ല, അത് ആക്ച്വലി അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്നതാണ്. അറിവില്ലായ്മ കൊണ്ട്
ആണ് അതുണ്ടാകുന്നത്. അപ്പോ അറിവില്ലായ്മ അനാദിയുമാണ്. അജ്ഞാനം എപ്പോണ്ട അനാദിയാണെന്ന് പറഞ്ഞു. അപ്പോ ബന്ധം എങ്ങനെ വന്നു ചോദ്യത്തിന് അറിവില്ലായ്മ എങ്ങനെ ബന്ധത്തെ ഉണ്ടാക്കി എന്ന ചോദ്യത്തിന് അറിവില്ലായ്മ അജ്ഞാനത്തിന്റെ രണ്ട് സ്വരൂപം, അതിനെ മനസ്സിലാക്കിയാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് വന്നത്. അജ്ഞാനത്തെ കീറി മുറിച്ച് പരിശോധിക്കണം. അപ്പോൾ മാത്രമേ അതിൽ കൂടി എങ്ങനെ ബന്ധനങ്ങൾ ഉണ്ടാവുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ അജ്ഞാനം കൊണ്ട് ബന്ധനം ഉണ്ടായി എന്ന് പറയാൻ നമുക്ക് മനസ്സിലാവില്ല. അതിന് വളരെ ക്ലിയർ ആയിട്ട് പറയാണ്, അതിനകത്ത് രണ്ട് ശക്തിയുണ്ട്. ആ ശക്തികളാണ് ഇതിന് കാരണം. അത് ഒരെണ്ണം ആവരണ ശക്തിയാണ്, ഒരെണ്ണം വിക്ഷേപ ശക്തിയാണ് എന്ന് പറയും. അപ്പൊ ഈ ശ്ലോകത്തില് അജ്ഞാനത്തിന്റെ ആവരണ ശക്തിയെ കുറിച്ചാണ് പറയുന്നത്. നമ്മളിപ്പോ ഇന്ന് പറഞ്ഞ ശ്ലോകത്തില് അജ്ഞാനത്തിന്റെ ആവരണ ശക്തിയെ കുറെ കൂടെ വിശദമായിട്ട് പറഞ്ഞു തരും. അടുത്ത ശ്ലോകത്തില് അജ്ഞാനത്തിന്റെ വിക്ഷേപ ശക്തിയെ വിശദമായി പറയും. പിന്നത്തെ ശ്ലോകത്തില് 3 ശ്ലോകമാണ്, 40, 41, 42. അപ്പൊ 40ാമത്തെ ശ്ലോകത്തില് അജ്ഞാനത്തിന്റെ ആവരണത്തെ കുറിച്ച് പറയുന്നു. ഇപ്പൊ നമ്മൾ നോക്കിയ ശ്ലോകം. അടുത്ത ഒരു ശ്ലോകത്തില് വിക്ഷേപ ശക്തിയെ പറയും. അതിനടുത്ത ശ്ലോകത്തില് ഈ രണ്ടും ശക്തിയാലാണ്, ഈ രണ്ട് ശക്തിയും ഉള്ളതിനാലാണ് മനുഷ്യൻ ദുഃഖത്തിൽ വീണ് മുങ്ങി താണുകൊണ്ടിരിക്കുന്നത്, സംസാര ചക്രത്തിൽ പെട്ട് പിഴലുന്നത് എന്ന് പറയും. അപ്പൊ 3 ശ്ലോകങ്ങൾ. 1 അജ്ഞാനത്തിന്റെ തന്മ, 2 അജ്ഞാനത്തിന്റെ തന്മയെ മറയ്ക്കുന്ന ശക്തിയോട് കൂടി ഏറ്റിവെക്കുന്ന ഒരു ശക്തി ഉണ്ടാക്കുന്നു. ഈ മറയ്ക്കുന്ന ശക്തിയെ ആചാര്യൻ ഈ 40ാം ശ്ലോകത്തില് പറഞ്ഞു തരികയാണ് ഈ ശ്ലോകത്തിൽ. അപ്പോ അടുത്തൊരു സംശയം വരുന്നു. അറിവില്ലായ്മ എന്തിനെയോ മറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഇരുൾ എന്തിനെ മറയ്ക്കും? ഇരുട്ട് എന്തിനെ മറയ്ക്കുക? അജ്ഞാനം, അതായത് അറിവില്ലായ്മ എന്തിനെയോ മറയ്ക്കുന്നു എന്ന് പറയുമ്പോ നമുക്ക് ചോദിക്കാം, ഇരുൾ എന്തിനെ മറയ്ക്കുന്നു? എന്തിനെയാ മറയ്ക്കുക? ഇല്ലാത്ത ഒന്നിനെ മറയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഉള്ളതിനെയെ മറയ്ക്കാൻ പറ്റുള്ളൂ. ഉള്ള ഒരു വസ്തുവിനെയേ ഇരുട്ടിന് മറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോ മറയ്ക്കുന്ന വസ്തു സൂര്യനാണെങ്കിൽ, എന്ത് രസകരമായിട്ടുള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത്. മറയ്ക്കുന്ന വസ്തു സൂര്യനാണെങ്കിൽ അതിനെ ഇരുൾ കൊണ്ട് മറയ്ക്കാൻ പറ്റുമോ? മറയ്ക്കുന്ന വസ്തു സൂര്യനാണെങ്കിൽ ഇരുൾ കൊണ്ട് മറയ്ക്കാൻ പറ്റുമോ? സൂര്യൻ അടുത്ത് ചെല്ലുന്ന എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ആളാണ്. ഏത്തിനെയും പ്രകാശിപ്പിക്കുന്ന ആളാണ് സൂര്യൻ. ആ സൂര്യനെ എങ്ങനെ മറയ്ക്കും? നല്ലൊരു ചോദ്യമല്ലേ? എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന സൂര്യനെ ഇരുളെങ്ങനെ മറയ്ക്കും? ഉള്ളതിനെയാണ് ഇരുട്ട് മറയ്ക്കുന്നത്. ഇല്ലാത്തതിനെ ഇരുട്ടിന് മറയ്ക്കാൻ പറ്റില്ല. ഉള്ളതിനെ മറയ്ക്കാൻ പറ്റുള്ളൂ. ശരി. അപ്പോൾ സൂര്യനെ എങ്ങനെ മറയ്ക്കും? അതേപോലെ അറിവ് സ്വരൂപമായ ആത്മാവിനെ എങ്ങനെ അജ്ഞാനം മറയ്ക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ ബുദ്ധിമുട്ടല്ലേ? സൂര്യനെ, സർവപ്രകാശമായ സൂര്യനെ ഇരുളിനെ മറയ്ക്കാൻ പറ്റില്ല. ഉള്ളതിനെ ഇരുട്ടിനെ മറയ്ക്കാൻ പറ്റുള്ളൂ. സൂര്യൻ ഉള്ളതാണ്, പക്ഷെ സൂര്യനെ മറയ്ക്കാൻ പറ്റില്ല. അതുപോലെയാണ് ആത്മാ. അറിവ് സ്വരൂപമാണ്. ആ അറിവ് സ്വരൂപമായ ആത്മാവിനെ ഇരുട്ടെന്ന അജ്ഞാനം എങ്ങനെ മറയ്ക്കും? നല്ലൊരു ചോദ്യം. ജഡസ്വരൂപങ്ങളെ മറയ്ക്കാം. ജഡസ്വരൂപങ്ങളെ മറയ്ക്കാം. അറിവ് സ്വരൂപത്തെ എങ്ങനെ മറയ്ക്കും? നാം പറയുന്ന അജ്ഞാനം ആത്മാവിനെ മറയ്ക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഇതേവരെ പഠിച്ചതൊക്കെ എന്താണ്? അജ്ഞാനം ആത്മാവിനെ മറയ്ക്കുന്നു. ആത്മാവിനെ അങ്ങനെ മറയ്ക്കാൻ പറ്റുമോ? ഇത്രയും ശക്തമായ സർവസ്ഥലത്തും നിറഞ്ഞിരിക്കുന്ന പരബ്രഹ്മത്തെ എങ്ങനെ മറയ്ക്കും?
നല്ല ചോദ്യമല്ലേ? അടുത്ത സംശയം, ഒരു ചെറിയ വസ്തു വലിയൊരു വസ്തുവിനെ മറയ്ക്കാൻ പറ്റുമോ? ചെറിയ ഒരു വസ്തു കൊണ്ട് വലിയ ഒരു വസ്തുവിനെ മറയ്ക്കാൻ പറ്റുമോ? സാധാരണ എനിക്ക് പറ്റില്ല. ചെറിയ ആഭരണം എവിടെയാ സൂക്ഷിക്കുന്നത്? വലിയ പെട്ടിക്കകത്ത്, അല്ലെ? വലിയ പെട്ടിക്കകത്താണ് ആഭരണത്തെ മറച്ച് മൂടി വെക്കുന്നത്. നേരെ തിരിച്ചു പറ്റുമോ? പറ്റില്ല. അപ്പോൾ മറയ്ക്കപ്പെടുന്ന ഒരു വസ്തു ചെറുതായിരിക്കണം, മറയ്ക്കുന്ന ആള് വലുതായിരിക്കണം, അല്ലെങ്കിൽ ആ മറയ്ക്കൽ നടക്കില്ല. അപ്പൊ അതെങ്ങനെയാ അങ്ങനെ പറ്റണമെന്നൊരു ചോദ്യം വരിക. സൂര്യനെ ഇരുട്ട് എങ്ങനെ മറയ്ക്കും? ആത്മാവിനെ അജ്ഞാനം എങ്ങനെ മറയ്ക്കും? രണ്ടുപേരും ചെറുതാണ്, മറയ്ക്കപ്പെടേണ്ട വസ്തു വലുതാണ്. നമ്മളിവിടെ മറയ്ക്കണമെന്ന് പറയുന്ന വസ്തുവാണ് വലുതാണ്. അതെങ്ങനെ സാധിക്കും എന്ന ചോദ്യത്തിന് ഗുരുനാഥൻ ശങ്കരാചാര്യസ്വാമികള് ഉദാഹരണം വഴി പറഞ്ഞു തരികയാണ്. സാധിക്കും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഇരിക്കുന്നു, സൂര്യഗ്രഹണം നടക്കുന്നു, സൂര്യനെ മറയ്ക്കുന്നു. ഗ്രഹണം നടക്കുമ്പോൾ സൂര്യനെക്കാട്ടിലും വലിയ വസ്തുവാണോ സൂര്യനെ മറയ്ക്കുന്നേ? അല്ല, ചെറിയ വസ്തുവാണ് മറയ്ക്കുന്നത്. ഇനി ഒന്നും വേണ്ട, ഗ്രഹണം വേണ്ട, ഒരു നല്ല മഴക്കാറ് വന്നു, മഴക്കാറ് സൂര്യനെ മറച്ചു. സൂര്യനെക്കാട്ടിലും വലുതാണോ മഴക്കാറ്? അല്ല. പിന്നെ എങ്ങനെയാ മറച്ചേ? മേഘം മറച്ചിരിക്കുന്നു സൂര്യനെ, അല്ലെങ്കിൽ ചന്ദ്രനെ, എന്തിനു വേണമെങ്കിൽ ആവട്ടെ. മേഘം സൂര്യനേക്കാൾ വലുതാണോ ചന്ദ്രനേക്കാൾ വലുതാണോ? അല്ലേ അല്ല. മേഘം ഉണ്ടെന്ന് എങ്ങനെയാ മനസ്സിലായേ? സൂര്യനെ മേഘം മറച്ചപ്പോ മേഘമാണ് സൂര്യനെ മറച്ചു. മേഘമാണ് സൂര്യനെ മറച്ചു. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോ മേഘമാണ് സൂര്യനെ മറച്ചത് എന്ന് എങ്ങനെ മനസ്സിലായി? ആരാണ് ആ മേഘത്തെ പ്രകാശിപ്പിച്ച് മേഘമാണ് എന്ന് നമുക്ക് കാണിച്ചു തന്നത്? സൂര്യനല്ലേ? സൂര്യന്റെ പ്രകാശം കൊണ്ടല്ലേ നമുക്കത് മേഘമാണ് എന്ന് മനസ്സിലായത്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവൂല്ല. നമുക്ക് മനസ്സിലായി മേഘമാണ് മറച്ചതെന്ന് മനസ്സിലായി. ഗ്രഹണ സമയത്ത് ആരാണ് എന്ന് ആ സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് മനസ്സിലാക്കി തരുന്നത് ആരാണ്? ഈ സൂര്യൻ തന്നെയാണ്. മേഘം സൂര്യനേക്കാൾ വലുതല്ല. സൂര്യൻ മേഘത്തെ പ്രകാശിപ്പിച്ച് നമുക്ക് കാണിച്ചു തന്നു മേഘമാണ് മറയ്ക്കുന്നത് എന്ന്. മേഘമുണ്ട് എന്ന് മനസ്സിലായത് സൂര്യനാൽ. എന്നിരുന്നാലും നമ്മൾ എന്ത് പറയും? സാധാരണ നമ്മൾ പറയുമ്പോ എന്താ പറയണേ? മേഘം സൂര്യനെ മറച്ചു എന്ന് പറയും. കാര്യം നമുക്ക് പ്രകാശിപ്പിച്ചു തന്നത് സൂര്യനാണ്. എന്നാലും നമ്മൾ എന്ത് പറയും? മേഘം സൂര്യനെ മറച്ചു എന്ന് പറയും. അതിന്റെ അർത്ഥം മേഘം സൂര്യനെ മറച്ചു എന്നല്ല യഥാർത്ഥമായിട്ട്, നമ്മുടെ കാഴ്ചയെ മറച്ചു, നമ്മുടെ കണ്ണിനെ മറയ്ക്കുന്നു എന്നാണ്. ഈ തിരിച്ചറിവാണ് വേണ്ടത്. നമ്മുടെ സൂര്യനെ അല്ല മറച്ചേ, നമ്മുടെ കാഴ്ചയെ, സൂര്യനെ കാണുന്ന കാഴ്ചയെ മറച്ചു, നമ്മുടെ ദൃഷ്ടിയെ മറച്ചു, നമ്മുടെ കണ്ണിനെ മറയ്ക്കുന്നു. കണ്ണ് മേഘത്തെക്കാട്ടിലും ചെറുതാണോ വലുതാണോ? മറുപടി കിട്ടിയില്ലേ? മേഘത്തെക്കാളും ചെറുതാണ്. സൂര്യനെക്കാട്ടിലും ചെറുതാണ് മേഘം. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യന്റെ ആൻസർ ഇവിടെ വരികയാണ്. കണ്ണിനെക്കാട്ടിലും വലുതാണ് മേഘം. അപ്പോൾ കണ്ണിനെ മറയ്ക്കാൻ മേഘത്തിന് സാധിക്കും, ദൃഷ്ടിയെ മറയ്ക്കാൻ മേഘത്തിന് സാധിച്ചു. സൂര്യനെ മറയ്ക്കാൻ സാധിക്കില്ല. പക്ഷെ ദൃഷ്ടിയെ മറച്ചപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? സൂര്യനെ മേഘം മറച്ചു എന്ന് പറഞ്ഞു. കണ്ണ് മേഘത്തെക്കാൾ ചെറുത്, മേഘം വലുതും. ജീവന്റെ ദൃഷ്ടിയെ മനസ്സിലുള്ള അറിവാണ് മറയ്ക്കുന്നത്. ജീവന്റെ ദൃഷ്ടിയെ മനസ്സിലുള്ള
അറിവാണ് മറയ്ക്കുന്നത്. നമ്മുടെ മനസ്സിലാണ് ആവരണം. ആത്മാവിനെ മറയ്ക്കാൻ സാധ്യമല്ല. പക്ഷെ മനസ്സിന് ആവരണം, ജീവന്റെ ദൃഷ്ടിയെ, മനസ്സിലുള്ള അറിവാണ് മറയ്ക്കുന്നത്. നമ്മുടെ മനസ്സിലാണ് ആവരണം. ആത്മാവിനെ അല്ലാതെ മറയ്ക്കാൻ പറ്റില്ല. മനസ്സിൽ ആവരണം വന്നപ്പോൾ ആത്മാ മറയ്ക്കപ്പെട്ടു. ഇതില് ആദ്യത്തെ 2 വരി ആത്മസ്വരൂപത്തെ പറയുന്നു. അങ്ങനെയുള്ള ആത്മസ്വരൂപത്തെ അജ്ഞാനം മറയ്ക്കുന്നു എന്നാണ് പറയുന്നത്. ആത്മാവിനെ എങ്ങനെ മറയ്ക്കാൻ പറ്റും എന്നതിന് മറുപടിയായി ഉദാഹരണം, സൂര്യനെ നിഴൽ, അല്ലെ, നിഴലല്ലേ ശരിക്കും വരുന്നത്. സൂര്യനെ നിഴൽ എങ്ങനെ മറയ്ക്കുന്നു, അതുപോലെ ദൃഷ്ടിയെ നിഴൽ മറയ്ക്കുന്നത് പോലെ ആവരണ ശക്തി മനസ്സിൽ പോയി നമ്മുടെ മനസ്സിനെ മറയ്ക്കുന്നു. ആത്മാവിനെ കാണാൻ പറ്റാത്ത രീതിയിൽ ആവരണ ശക്തി മനസ്സിൽ പോയി പ്രവേശിച്ച് മനസ്സിൽ കൂടി അജ്ഞാനം എന്നുള്ള ആ ആവരണ ശക്തി, അജ്ഞാനത്തിന്റെ ആവരണ ശക്തി മനസ്സിനെ മറയ്ക്കുന്നു. മനസ്സിലൂടെ ഈശ്വരനെ, പരബ്രഹ്മത്തെ കാണുന്ന ശക്തിയെ ആവരണം മറയ്ക്കുന്നു. മേഘം കണ്ണിന്റെ സൂര്യനെ കാണാനുള്ള ആ ദൃഷ്ടിയെ മറച്ച പോലെ മനസ്സിലൂടെ ആവരണ ശക്തി ആത്മാവിനെ, ഈശ്വരനെ, പരബ്രഹ്മത്തെ കാണാനുള്ള ശക്തിയെ മറച്ചിരിക്കുന്നു. അതിന്റെ ഫലം വിക്ഷേപശക്തി എന്ന അടുത്ത ശ്ലോകം പറയും. അതിന്റെ ഫലം വിക്ഷേപശക്തി എന്ന അടുത്ത ശ്ലോകം പറയും. ഈ ശ്ലോകത്തില് ഈ വിധം ഉള്ള ആത്മസ്വരൂപത്തെ, എപ്പോഴും പ്രകാശമാനമായിരിക്കുന്ന നിത്യമായ ആത്മസ്വരൂപത്തെ ഈ ആവരണശക്തി മറയ്ക്കുമ്പോൾ, ആത്മസ്വരൂപത്തെ ആവരണശക്തി മറയ്ക്കുമ്പോൾ അതിന്മേൽ വിക്ഷേപശക്തി ആത്മാവിൻ്റെതല്ലാത്ത ശരീരത്തെ കയറ്റിവെച്ച് ബന്ധം ഉണ്ടാക്കുന്നു, ബന്ധനം ഉണ്ടാക്കുന്നു. ആത്മസ്വരൂപത്തെ, എപ്പോഴും പ്രകാശമാനമായിരിക്കുന്ന നിത്യമായ ആത്മസ്വരൂപത്തെ ഈ ആവരണ ശക്തി മറയ്ക്കുമ്പോൾ അതിന്മേൽ വിക്ഷേപശക്തി ആത്മാവിൻ്റെതല്ലാത്ത ശരീരത്തെ ഏറ്റിവെച്ച് ബന്ധം തുടർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ ബന്ധം എങ്ങനെ വന്നു എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇവിടെ വിശദമായിട്ട്. പിന്നെ നമുക്ക് നോക്കേണ്ടത് ശ്ലോകത്തിന്റെ ഓരോ പദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം. നമ്മുടെ ഇന്നത്തെ സമയമായി. വളരെ ഗഹനമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോ വിവേക ചൂടാമണിയിൽ കൂടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും തുടർന്ന് ഇത് മനസ്സിലാക്കുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. മനസ്സിൽ ഇതൊക്കെ തെളിഞ്ഞു വരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഭഗവാൻ ബാബ തന്നെ അനുഗ്രഹിക്കണം. ശങ്കരാചാര്യസ്വാമി കൂടെയുണ്ട്. ഇത് തുടർന്ന് നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിറാം. സായിറാം സാർ.